السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അൻഫാൽ 31 മുതലുള്ള വചനങ്ങളിലേക്ക് മാനവരാശിക്കാകമാനം അനുഗ്രഹവും കാരുണ്യവുമായി അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആൻ അവതീർണമായപ്പോൾ അതിൻ്റെ പ്രഥമ സംബോധിതരിൽ നിന്നുണ്ടായ പ്രതികരണം അവരുടെ തന്നെ വാക്കുകളിലൂടെ അള്ളാഹു ഉദ്ധരിക്കുകയാണിവിടെ. ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ്. ഇപ്രകാരം രചിക്കാൻ തങ്ങൾക്കും കഴിയുമെന്ന അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. തങ്ങൾ പ്രവാചകനെ നിഷേധിക്കുന്നു, ഖുർആനിനെയും നിഷേധിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ മേൽ ശിക്ഷ വരുന്നില്ല? അപ്പോൾ ഞങ്ങളുടെ നിലപാട് തന്നെയാണ് ശരി എന്ന അവകാശവാദവും അവർക്കുണ്ട്. എന്നാൽ അള്ളാഹു വ്യക്തമാക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് മാറി ചിന്തിക്കുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള അവസരമാണ് അള്ളാഹു നൽകുന്നത്. വന്നുപോയ പിഴവുകൾ ഏറ്റുപറഞ്ഞ് നിലപാടുകൾ നന്നാക്കി തീർക്കുവാനുള്ള അവസരം ഒരാൾക്കും അള്ളാഹു നിഷേധിക്കുകയില്ല. തുടർന്ന് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത്, അതായത് ഈ വിശുദ്ധ ഖുർആൻ പോലെ ഞങ്ങളും പറയുമായിരുന്നു. ഇത് പൂർവികന്മാരുടെ പഴങ്കഥകളല്ലാതെ മറ്റൊന്നുമല്ല. وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ. അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവർ, അതായത് ആ അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. എന്നാൽ താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. وَمَا لَهُمْ أَلَّا يُعَذِّبَهُمُ اللَّهُ وَهُمْ يَصُدُّونَ عن المسجد الحرام وما كانوا أولياءه إن أولياؤه إلا المتقون ولكن أكثرهم لا يعلمون. അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്ത് അർഹതയാണുള്ളത്? അവരാകട്ടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അതിൻ്റെ രക്ഷാധികാരികളല്ലതാനും, ഭയഭക്തിയുള്ളവരല്ലാതെ അതിൻ്റെ രക്ഷാധികാരികൾ ആവുന്നതുമല്ല. പക്ഷെ അവരിൽ അധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. وَمَا كَانَ صَلَاتُهُمْ عِندَ الْبَيْتِ إِلَّا مُكَاءً وَتَصْدِيَةً فَذُوقُوا الْعَذَابَ بِمَا كُنْتُمْ تَكْفُرُونَ. ആ ഭവനത്തിൻ്റെ, അതായത് വിശുദ്ധ കഅബയുടെ അടുക്കൽ അവർ നടത്തുന്ന പ്രാർത്ഥന ചൂളം വിളിയും കൈകൊട്ടിപ്പാട്ടുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടിരുന്നത് നിമിത്തം നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ശിക്ഷിക്കപ്പെടാതിരിക്കാൻ എന്തർഹതയാണ് അവർക്കുള്ളതെന്ന് അള്ളാഹു ചോദിക്കുന്നു.
തങ്ങൾ വിശുദ്ധ കഅബയുടെ സംരക്ഷകരും മേൽനോട്ടക്കാരുമാണ്. അതിനാൽ എല്ലാ അർത്ഥത്തിലും തങ്ങൾ സംരക്ഷിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണെന്ന മിഥ്യാധാരണ മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ ഭക്തർക്ക് മാത്രമാണ് കഅബ ഷരീഫിന്റെ സംരക്ഷകരും പരിപാലകരുമാകാനുള്ള അർഹതയും യോഗ്യതയും. മുശ്രിക്കുകൾ അവിടെ ചെയ്തിരുന്ന ആരാധനകൾ കേവലം കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരുന്നു. നഗ്നരായി കഅബയെ പ്രദക്ഷിണം ചെയ്യുകയും അട്ടഹാസങ്ങളും കൈകൊട്ടിപ്പാട്ടുകളും ചൂളം വിളിയും അല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല അവരുടെ പ്രാർത്ഥനകൾ. അവർ യഥാർത്ഥ ഭക്തരെ അവിടെ നിന്നും തടയുകയും ചെയ്തു. അതിനാൽ തന്നെ അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. അതിന്റെ ആദ്യപടിയാണ് ബദറിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. അവർ കഅബയുടെ രക്ഷാധികാരികളല്ലെന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് ഫസയുൻഫിഖൂനഹാ ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. തീർച്ചയായും സത്യനിഷേധികൾ സ്വത്തുകൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അവർ അത് ചെലവഴിക്കും, പിന്നീട് അത് അവർക്ക് ഖേദത്തിന് കാരണമായി തീരും. അനന്തരം അവർ കീഴടക്കപ്പെടുകയും ചെയ്യും. സത്യനിഷേധികൾ നരകത്തിലേക്ക് വിളിച്ചു കൂട്ടപ്പെടുന്നതാണ്. ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون. അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുവാനും ചീത്തയെ ഒന്നിനുമേൽ മറ്റൊന്നായി ഒന്നിച്ച് കൂമ്പാരമാക്കി നരകത്തിലിടാനും വേണ്ടിയത്രേ അത്. അക്കൂട്ടർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടുന്നതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനും ധാരാളം സമ്പത്ത് മുശ്രിക്കുകൾ ചിലവഴിച്ചുകൊണ്ടിരുന്നു. ബദറിലേക്കും ശേഷം ഉഹദിനു വേണ്ടിയും കണക്കില്ലാതെ പണം ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അവർക്ക് വമ്പിച്ച ഖേദത്തിന് കാരണമായി തീരുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു. ഇതിലൂടെയെല്ലാം നന്മയുടെ മാർഗവും തിന്മയുടെ വഴിയും വ്യക്തമായി വേർതിരിയുന്നതാണ്. ഇസ്ലാമിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമെതിരെ കൂട്ടം കൂടിയതുപോലെ നരകത്തിലേക്കും ഇവർ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന താക്കീതും അള്ളാഹു നൽകുന്നു. قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. സത്യനിഷേധികളോട് അവർ വിരമിക്കുകയാണെങ്കിൽ അവർ മുമ്പ് ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് താങ്കൾ പറയുക. ഇനി അവർ സത്യനിഷേധത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിലോ പൂർവികന്മാരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ് ഫഇൻ ഇൻതഹൗ ഫഇന്നല്ലാഹ ബിമാ യഅമലൂന ബസീർ. കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. വഇൻ തവല്ലൗ ഫഅലമൂ അന്നല്ലാഹ മൗലാകും നിഅമൽ മൗലാ വനിഅമൻ നസീർ. എന്നാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രയോ നല്ല രക്ഷാധികാരി, എത്രയോ നല്ല സഹായി. സത്യനിഷേധത്തിന്റെ വഴിയിൽ ധിക്കാരപൂർവം നിലകൊണ്ടവരോട് ഓർമ്മപ്പെടുത്തുവാൻ അള്ളാഹു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ബദർ യുദ്ധത്തിൽ ഏറ്റ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അസത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറുകയും സത്യമാർഗത്തിൽ അണിചേരുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇനിയും പിന്തിരിയാനും മുൻ നിലപാടിൽ തന്നെ തുടരാനുമാണ് ഭാവമെങ്കിൽ ഓർക്കുക പൂർവ്വ സമുദായങ്ങൾക്ക് നേരിടേണ്ടി വന്ന നടപടിക്രമങ്ങൾ. അതുതന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം എന്ന കടുത്ത മുന്നറിയിപ്പും താക്കീതുമാണ് അള്ളാഹു നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അത് ശ്രദ്ധയോടെ കേൾക്കുകയും സന്മാർഗം സ്വീകരിക്കുകയും ചെയ്തു ഒരു ചെറിയ വിഭാഗം. എന്നാൽ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുസ്ലിങ്ങൾക്കുമെതിരെ തിരിയുകയും അവരെ ഉന്മൂലനം ചെയ്യാൻ യുദ്ധം തുടങ്ങുകയുമാണ് ചെയ്തത്. അവരെ പ്രതിരോധിക്കുന്നതിനും സാമൂഹ്യ നീതിയും വിശ്വാസ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തലുമായിരുന്നു ഇസ്ലാമിക യുദ്ധങ്ങളുടെ ലക്ഷ്യങ്ങൾ. മർദ്ദനം അവസാനിപ്പിക്കുകയും അനുസരണവും വിധേയത്വവും അള്ളാഹുവിന് മാത്രമാവുകയും വേണം. അതുവരെയും നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. അക്രമമുറകളിൽ നിന്ന് അവർ പിന്തിരിയുന്ന പക്ഷം അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ഈ ഉപദേശങ്ങളൊക്കെയും ശത്രുക്കൾ അവഗണിക്കുന്ന പക്ഷം മുസ്ലിങ്ങൾ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. കാരണം ഏറ്റവും പ്രബലനായ സഹായി സർവശക്തനായ അള്ളാഹു അവരോട് കൂടെയുണ്ട് എന്നാണ് 40-ാം വാക്യത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ അൻഫാൽ 31 മുതൽ 40 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 41 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.